ആൻഡ് ദ ഓസ്കാർ ഗോസ് ടു. ഇത് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ്, ഒരു ഹാപ്പിനെസ് ആണ്. സോ ഈ വർഷത്തെ ഓസ്കാർ അവാർഡ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിലും എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഓപ്പൺഹൈമർ തന്നെയാണ്. 1 അല്ല 2 അല്ല 7 അവാർഡ്സ് ആണ്. ബെസ്റ്റ് മൂവി, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ഒറിജിനൽ സ്കോർ, ബെസ്റ്റ് എഡിറ്റർ, ബെസ്റ്റ് സിനിമോട്ടോഗ്രാഫി, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ. മാൻ, ഈ ഓസ്കാറിൽ തിളങ്ങിയത് ഓപ്പൺഹൈമർ എന്ന് പറയാം. കാരണം ഉറപ്പായിട്ട് നമുക്ക് അറിയാമായിരുന്നു. കാരണം ആ ഒരു വർഷത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്ന ഒരു മൂവി. ഞാൻ റിവ്യൂ ചെയ്ത പോലും പറഞ്ഞായിരുന്നു വൺ ഓഫ് ദ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു മൂവിയിലെ സിനിമാറ്റോഗ്രഫി ആയാലും സൗണ്ട് ആയാലും പ്രസന്റേഷനും വിഷ്വലും, മാൻ, അത് നമ്മൾ എത്ര കണ്ടാലും മതിയാവത്തില്ല. അമ്മാതി ഒരു കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു ആ മൂവി. അതും ഐമാക്സിലെ കണ്ടപ്പോൾ ഞാൻ റിവ്യൂ ചെയ്ത പോലും പറഞ്ഞായിരുന്നു നമുക്കിങ്ങനെ എന്തോ ഒരു ഭയങ്കര ഹാപ്പിനെസ് ആണ് ഇങ്ങനത്തെ ഒരു കിടിലം മൂവിയൊക്കെ കണ്ട ആ ഒരു തിയേറ്ററിൽ നിന്ന് ഇറങ്ങും. അമ്മാതിരി ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു മൂവിക്ക്. സോ ഉറപ്പായിട്ട് അറിയായിരുന്നു ഓസ്കാർ അവാർഡ്സിന് ഓപ്പൺഹൈമർ പൊളിക്കുന്നുള്ള കാര്യം. ആൻഡ് ഒരു സർപ്രൈസ് വന്നത് ആ ഒരു ആനിമേഷൻ മൂവിയിലായിരുന്നു. ഞാൻ വിചാരിച്ചു സ്പൈഡർമാൻ, ഞാൻ മാത്രമല്ല എല്ലാവരും വിചാരിച്ചായിരുന്നു ഒരു സ്പൈഡർമാൻ എന്ന മൂവി. കാരണം ആ ഒരു മൂവിയുടെ തിയേറ്റർ എക്സ്പീരിയൻസ്, ആ ഒരു മൂവിയുടെ വിഷ്വലും എല്ലാം കിട്ടിലുമായിരുന്നു. സോ ഉറപ്പായിട്ടും ആനിമേഷൻ മൂവി എന്ന് പറയുമ്പോൾ സ്പൈഡർമാൻ ആണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അനൗൺസ് ചെയ്ത സമയത്ത് ബെസ്റ്റ് ആനിമേഷൻ മൂവി എന്ന് പറയുന്നത് ദ ബോയ് ആൻഡ് ദ ഹീറോയിൻ ആയിരുന്നു. ഞാൻ ഈ ഒരു മൂവി കണ്ടിട്ടില്ല, കണ്ടിട്ട് ഞാൻ റിവ്യൂ ചെയ്യാം. സോ അതുപോലെ തന്നെ വേറൊരു മൂവിയും കൂടി ഉണ്ട്, ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിമിനുള്ള ഓസ്കാർ കിട്ടിയതാണ്. സോ ആ ഒരു മൂവിയും ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായിട്ട് അതും ഓസ്കാറും കൂടി കിട്ടി. സോ അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, ഒരു ടോക്ക് ഓഫ് ദ ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു മൂവി. സോ എന്തായാലും ഞാൻ അതും കൂടി കണ്ടിട്ട് ഞാൻ റിവ്യൂ ചെയ്യാം. സോ നമുക്ക് എന്തായാലും ആ ഒരു 7 ഓസ്കാർ അവാർഡ്സ് കിട്ടിയ മൂവിനെ കുറിച്ച് സംസാരിക്കാം. ഓപ്പൺഹൈമർ ആസ് ഒരു മൂവി ലവർ പറയുകയാണെങ്കിൽ ഐ എം സോ ഹാപ്പി. ഒരു വൺ ഓഫ് ദ കിടിലം എക്സ്പീരിയൻസ് എന്ന മൂവിയാണ്. സോ ആ ഒരു മൂവിക്ക് 7 ഓസ്കാർ അവാർഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ അപ്പുറത്തേക്ക് വേണ്ട, ഒരു അത്രമാത്രം ഹാപ്പിയാണ് ഞാൻ മാത്രമല്ല ഈ ഒരു മൂവിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെ കണ്ടവർക്കറിയാം ഈ ഒരു മൂവി എന്താണെന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു 7 ഓസ്കാർ അവാർഡ്സ് ഒക്കെ പറയുമ്പോൾ മാൻ അത്രമാത്രം ഹാപ്പിയാണ്. അതിൽ ആ ഒരു ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ, ഇവർക്ക് 3 പേർക്ക് ആ ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയതിനു ശേഷമുള്ള ഒരു സ്പീച്ച് ഉണ്ടല്ലോ മാൻ, അത് നിങ്ങൾ കാണണം കേട്ടോ. ശരിക്കും അതൊക്കെ മിസ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ക്രിസ്റ്റഫർ നോളൻ ആയാലും കിലിയൻ മർഫി ആയാലും റോബർട്ട് ഡൗണി, എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടല്ലേ, ഞാൻ കുറച്ചുകൂടി അറ്റാച്ച് ആയപ്പോയത് റോബർട്ട് ഡൗണിയുടെ ആണ്. കാരണം പുള്ളിക്കാരൻ്റെ പാസ്റ്റൊക്കെ നമുക്ക് അറിയാം എല്ലാവർക്കും. ആ ഒരു കുട്ടിക്കാലത്ത് മറ്റേ ഒരുപാട് ഡ്രഗ് കേസിലൊക്കെ ആകപ്പെട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ ആയിരുന്നു. സോ അവിടെ നിന്ന് ഒരു റൈസ് ചെയ്ത് വന്ന ഒരു മനുഷ്യനാണ്. അവിടെ നിന്ന് ഒരു തെണീറ്റ് ഇവിടെ വന്ന് ഇന്ന് ഓസ്കാർ അവാർഡ്സിൽ നിന്നിട്ട് പുള്ളിക്കാരൻ ഓസ്കാർ കയ്യിൽ വെച്ച് നിന്നുള്ള സ്പീച്ച് ഉണ്ടല്ലോ, ദറ്റ്സ് ദ ബെസ്റ്റ് മോട്ടിവേഷൻ എവർ. കാരണം അമ്മാതിരി കിടിലൻ സ്പീച്ച് ആയിരുന്നു. ആൻഡ് ക്രിസ്റ്റഫർ നോളൻ ഒരുപാട് കാലമായിട്ട് ഒരുപാട് കിടിലൻ മൂവീസ് ഒക്കെ തന്നിട്ടുണ്ട്, ഡയറക്ടറാണ്. സോ ലാസ്റ്റ് ഒരു ബയോപിക് ചെയ്തിട്ട് പുള്ളിക്കാരൻ ഓസ്കാർ കിട്ടുവാണ്. സോ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുകയാണെങ്കിൽ ആസ് ഒരു ക്രിസ്റ്റഫർ നോളൻ ഫാൻ ബോയായിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെ നേരത്തെ കിട്ടാനുള്ള സമയം കഴിഞ്ഞു. ആ ഇൻസെപ്ഷൻ, ഇൻഡസ്ട്രിയൽ, കാരണം ആ ഒരു മൂവിയൊക്കെ എടുത്തു നോക്കിയാൽ വേറെ ആര് ചെയ്യും ഇതുപോലത്തെയൊക്കെ ഒരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള മൂവീസൊക്കെ. സോ അതിനൊക്കെ അപ്പോഴേ ഓസ്കാർ അവാർഡ്സ് ഒക്കെ കൊടുക്കണമായിരുന്നു. സോ ഇത്രയും കാലം എടുത്ത് പുള്ളിക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഓസ്കാർ ഇല്ലെങ്കിലും അതൊരു കുഴപ്പമില്ല, ഞാൻ കിടിലൻ മൂവീസൊക്കെ ചെയ്യുന്നുള്ളൊരു മൈൻഡിൽ നിന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അല്ലാസ് ഓപ്പൺഹൈമർ ബെസ്റ്റ് ഡയറക്ടർ ആൻഡ് കിലിയൻ മർഫി. അത് പിന്നെ പറയേണ്ട കാര്യമില്ല, പുള്ളിക്കാരൻ ആ ഒരു ക്യാരക്ടറായിട്ട് ജീവിച്ചിട്ടുണ്ട് ആ ഒരു സിനിമയിൽ. കിലിയൻ മർഫീനെ എല്ലാവർക്കും ബാറ്റ്മാനിലൊക്കെ അറിയാം. പക്ഷെ ആ ഒരു ക്യാരക്ടറായിട്ട് കുറച്ചുകൂടി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായിട്ട് കുറച്ചുകൂടി ഇഷ്ടം തോന്നിയതും അല്ലെങ്കിൽ ഇഷ്ടം കൂടിയത് ഒരു ഫാൻ ബോയ് ഒക്കെ ആയത് ഞാൻ പീക്കി ബ്ലൈൻഡേഴ്സിലായിരുന്നു. കാരണം പീക്കി ബ്ലൈൻഡേഴ്സിൽ മച്ചാൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്, സ്റ്റാർട്ടിങ് ടു ദ എൻഡ്, ആ ഒരു ഹോൾ സീരീസിൽ ഡാം. സോ ആ ഒരു മൂവി തന്നെ ഓസ്കാർ അവാർഡ്സ്, ഐ എം സോ ഹാപ്പി. കാരണം വെൽ ഡിസേർവ് ആയിട്ടുള്ള 7 അവാർഡ്സ് ആണ് ഓപ്പൺഹൈമറിനുള്ളത്. കാരണം അതിന്റെ സ്കോർ ആയാലും സിനിമോട്ടോഗ്രാഫി ആയാലും എഡിറ്റിംഗ് ആയാലും എല്ലാം വേറെ ലെവലായിരുന്നു. നിങ്ങൾ ആ ഒരു ടിവിയിൽ മൊബൈലൊക്കെ കണ്ടവർക്ക് എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്ന്, ആ ഒരു തിയേറ്ററിൽ നിന്ന് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അറിയാം ആ ഒരു മൂവി എന്താണെന്നുള്ളത്. കാരണം അമ്മാതിരി ലെവലായിരുന്നു ഈച്ച് ആൻഡ് എവരി മൈന്യൂട്ട്. ആ ഒരു ഓട്ടോമിക് ബോംബിന്റെ കുറച്ചും ഒരു സീക്വൻസ് ഉണ്ട്, ആ ഒരു ക്രിസ്റ്റൽസ് ഒക്കെ ഉള്ള മാൻ, അതിന്റെയൊക്കെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, സൗണ്ടും ആ ഒരു വിഷ്വൽസും. നമ്മളിങ്ങനെ ആ ഒരു സിനിമയിനകത്ത് നമ്മളിങ്ങനെ അകപ്പെട്ടു പോകും, ആ രീതിക്കാണ് ആ ഒരു പ്രസന്റേഷൻ. സോ അതുകൊണ്ട് തന്നെ ഈ 7 ഓസ്കാർ അവാർഡ്സും വെൽ ഡിസേർവിംഗ് ആയിരുന്നു. ആൻഡ് ദ നെക്സ്റ്റ് മൂവീസ് പുവർ തിങ്സ്. ഈ ഒരു മൂവിക്ക് 4 ഓസ്കാർ അവാർഡ്സ് ആണ്. ബെസ്റ്റ് ആക്ടേഴ്സ്, ബെസ്റ്റ് കോസ്റ്റ്യൂം, ബെസ്റ്റ് പ്രൊഡക്ഷൻ ആൻഡ് മേക്കപ്പ്. ഇല്ല മേക്കപ്പും ആ ഒരു കോസ്റ്റ്യൂം ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം കിടിലായിരുന്നു. ആ ഒരു മൂവിക്കുള്ള ആപ്റ്റ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആക്ട്രസ് എമ്മ സ്റ്റോൺ, പുള്ളിക്കാരുടെ പെർഫോമൻസും നൈസ് ആയിരുന്നു ഒരു മൂവിയിൽ. ഈ ഒരു മൂവിയുടെ കോസ്റ്റ്യൂം ഡിസൈൻ അനൗൺസ് ചെയ്ത് വന്നത് നമ്മളെ അണ്ണൻ ജോൺസിനായിരുന്നു. പുള്ളിക്കാരൻ വന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞാലല്ലോ, കാരണം ഫുൾ വൈറലായിരുന്നു. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്നൊരു മൂവി, ആ ഒരു മൂവിക്കാണ് 2 ഓസ്കാർ കിട്ടിയിരിക്കുന്നത്. ഒന്ന് ബെസ്റ്റ് ഇന്റർനാഷണൽ ഫിലിമും ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ബെസ്റ്റ് സൗണ്ടും. സോ ഈ ഒരു മൂവി കണ്ടിട്ട് ഞാൻ റിവ്യൂ പറയാം. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു മൂവിയാണ്. ഓസ്കാറിന് മുമ്പ് തന്നെ ഒരുപാട് ഞാൻ വീഡിയോസും അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റയിൽ പോസ്റ്റും ഒക്കെ ഇങ്ങനെ ഒരു മൂവിനെ കുറിച്ച് റിലേറ്റ് ചെയ്ത് കാണുന്നുണ്ടായിരുന്നു. സോ എന്തായാലും ഈ മൂവി ഉടനെ കണ്ടിട്ട് ഞാൻ റിവ്യൂ ചെയ്യാം. ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയിരിക്കുന്ന അമേരിക്കൻ ഫിക്ഷൻ ആണ്. ഞാൻ ഈ മൂവി കണ്ടിട്ടില്ല, കണ്ടിട്ട് എന്തായാലും ഒരു വീഡിയോ ചെയ്യാം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ അനാട്ടമി ഓഫ് ഫോൾ. ഓൾറെഡി ഈ മൂവിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിനൊരു അവാർഡ് കിട്ടിയാൽ വലിയ അതിശയമൊന്നുമില്ല, കാരണം അമ്മാതിരി ലെവൽ ഓഫ് മൂവി ആയിരുന്നു. അതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ് മെയിൻലി എടുത്തു പറയേണ്ട കാര്യം. ഞാൻ റിവ്യൂ ചെയ്ത പോലും പറഞ്ഞായിരുന്നു, സ്ലോ പീസാണ്. പക്ഷേ എന്തായാലും ആ ഒരു മൂവി നമ്മളങ്ങനെ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ഉണ്ടല്ലോ. ഞാൻ എടുത്ത് കൂടുതലായിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഈ മൂവി കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ മൂവിക്ക് ഓസ്കാർ കിട്ടിയത്. കാരണം
കാരണം അമ്മാതിരി ലെവൽ ഓഫ് സ്ക്രീൻ പ്ലേ ആണ് ആ ഒരു മൂവിക്കുള്ളത്. ആൻഡ് ഓസ്കർ അവാർഡ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രോൾ ഏറ്റുവാങ്ങിയ മൂവിയാണ് ബാർബി എന്ന് പറയുന്നത്. കാരണം ബാർബി എന്നൊരു മൂവി ഓസ്കർ അവാർഡ്സിന്റെ നോമിനി വന്നപ്പോൾ തന്നെ ഒരുപാട് ട്രോൾ ചെയ്തു. കാരണം ഇങ്ങനത്തെ ഒരു മൂവി എങ്ങനെയാണ് ഓസ്കർ അവാർഡ്സിന്റെ നോമിനി, അതും ബെസ്റ്റ് മൂവീസിന്റെ കാറ്റഗറിയിൽ വരുന്നുണ്ട്, സോ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. കാരണം അത്രമാത്രം കിടിലൻ മൂവി അല്ലെങ്കിൽ ആ ലെവലിലുള്ള ഒരു മൂവിയൊന്നും അല്ല ബാർബി എന്ന് പറയുന്നത്. പക്ഷേ എന്തായാലും ബാർബിക്ക് ഒരു ഓസ്കർ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബെസ്റ്റ് ഒറിജിനൽ സോങ്ങിന് വേണ്ടിയിട്ട്. വാട്ട് വാസ് ഐ മേഡ് ഫോർ എന്ന സോങ്ങിനായിരുന്നു ആ ഒരു അവാർഡ് കിട്ടിയത്. ആൻഡ് വിഷ്വൽ എഫക്ട്സിനുള്ള ഓസ്കർ അവാർഡ് കിട്ടിയിരുന്ന ഗോഡ്സില -1 ഈ ഒരു മൂവി ഇന്ത്യയിൽ റിലീസായിട്ടില്ല. ഒരു ജപ്പാനീസ് മൂവിയായിരുന്നു. ഇന്ത്യയിൽ ഇതുപോലത്തെ കിടില മൂവിയൊന്നും റിലീസ് ചെയ്യത്തില്ല. അത് എന്തെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ. കാരണം നിങ്ങൾ ആലോചിക്കണം, ഓസ്കർ അവാർഡ്സ് ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സ് കിട്ടിയ ഒരു മൂവിയാണ്. സോ അത് ആ ഒരു ഐമാക്സിലോ അല്ലെങ്കിൽ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ആ ഒരു ടിവിയിലും കമ്പ്യൂട്ടറിലൊക്കെ കാണുമ്പോൾ ഒരു അവസ്ഥ ഉണ്ടല്ലോ. ഈ ഒരു മൂവിയുടെ ബഡ്ജറ്റ് എത്ര എന്നറിയാമോ? അത് ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സിന് ഓസ്കാർ അവാർഡ് ഈ ഒരു മൂവിയുടെ 125 കോടി ഇന്ത്യൻ മണിയാണ്. 125 കോടി. 700 കോടി ഉണ്ടാക്കി പണ്ടൊരു പടക്കം കൂടെ ഇറക്കിയിട്ടുണ്ട്, ഓർമ്മയുണ്ടോ എന്തോ? ലൈക്ക് ഞാൻ പണ്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഓർത്ത് നോക്ക് കിട്ടും ഏതാണെന്നുള്ളത്. സോ വേറൊന്നും പറയാനില്ല എനിക്ക്. എന്താ ബെസ്റ്റ് ആനിമേഷൻ മൂവി ദ ബോയ് ആൻഡ് ദ ഹീറോയിൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന മൂവി സ്പൈഡർമാൻ ആയിരുന്നു. സോ അതിനൊക്കെ കടത്തി കെട്ടിയിട്ട് ഒരു ബെസ്റ്റ് ആനിമേഷൻ മൂവി ഓസ്കാർ കിട്ടുവാണെങ്കിൽ അമ്മാതിരി ലെവൽ ഓഫ് ഐറ്റം ആയിരിക്കും ഈ ഒരു മൂവി. പക്ഷെ എന്തായാലും സ്പൈഡർമാന് കൊടുക്കുകയായിരുന്നു, കാരണം കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു മൂവി. സോ എന്തായാലും ഈ ഒരു മൂവി കണ്ടിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യാം. സോ എന്തായാലും ഓസ്കർ അവാർഡ്സിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.